കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസത്തിലായിരിക്കുന്ന വാത്സല്യ മക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അതിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രതി, സൗരത്തോട് സ്നേഹം കൂട്ടിക്കൊള്ളണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. ഇതൊന്നും ആരും അധികം പ്രസംഗിച്ച് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടെങ്കിൽ സന്തോഷം. ഇത് പ്രസംഗിക്കാതെ വേറെ എന്താ പ്രസംഗിക്കണമെന്ന് എൻ്റെ ചോദ്യം. എന്തുവാ ഈ പ്രസംഗിക്കുന്നത്? പ്രാസംഗികന്മാരെ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു കിടക്കുക. വലിയ വലിയ മെഗാ ചർച്ചകൾ ഉണ്ടാക്കി, വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി. എന്ത് ഗുണമെന്നാണ് എൻ്റെ ചോദ്യം. മനുഷ്യർക്ക് എന്ത് ഗുണം? ദൈവമക്കൾക്ക് എന്ത് ഗുണം? അവരുടെ കീശ വീർപ്പിക്കുന്നു, അവർക്ക് തോട്ടങ്ങൾ ഉണ്ടാകുന്നു, അവർ വലിയ വലിയ കാറുകൾ മേടിക്കുന്നു, വലിയ വലിയ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കുന്നു. 16 ലക്ഷം രൂപ ഒരു കാറിന് വേണ്ടി ഞാൻ കണ്ടുവച്ചേക്കുന്നത് വാങ്ങണം. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ എനിക്കത് വാങ്ങിത്തരാൻ പറ്റുമെന്ന് പരസ്യമായിട്ട് തെണ്ടുകയാണ്. എങ്ങനെയുണ്ട്? അതൊക്കെയാണോ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ പറയേണ്ടത്? എടാ, നമുക്ക് കാറും വീടും കയ്യിൽ കാശുണ്ടെങ്കിൽ മേടിക്കുക. ഇത് മറ്റുള്ള മുമ്പിൽ പ്രസംഗ പീഠത്തുന്നുണ്ട് ഇതാണോ വിളിച്ച് പറയണ്ടേ? എന്താ പാസ്റ്റർ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞാനൊരു ശുശ്രൂഷകനാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് വേർതിരിച്ച്, അതുകൊണ്ട് ദണ്ണമാണ് ഈ പറയുന്നേ. എന്താ പ്രസംഗിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ടെന്നേ. പത്രോസ്, ഞാൻ പറഞ്ഞല്ലോ, പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. അതാ പ്രസംഗം. അത് പത്രോസ് പറയുന്ന. പൗലോസ് എന്താ പറഞ്ഞ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്ന നിൽക്കുക. അതാ പ്രസംഗം. അങ്ങനെ പ്രസംഗിക്കേണ്ടത്. നീ നിന്നെ സൂക്ഷിക്കുക, എൻ്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പൊ പ്രസംഗം എന്താ? ഉപദേശം. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ. വശീകരണ വാക്കുകൾ. 16 ലക്ഷത്തിൻ്റെ കാർ എനിക്ക് വേണമെന്ന് വശീകരിക്കുക പ്രസംഗത്തിലൂടെ. ദറ്റ് ഈസ് റോങ്, ടോട്ടലി റോങ്. ആളും പേരും പ്രസ്ഥാനമൊന്നും പറഞ്ഞ് ഞാൻ നാറ്റിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏതെങ്കിലും കാലത്ത് അവരിതൊക്കെ കേൾക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഈ വിടുവായത്തിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വലിയ വേദനയുണ്ട്, സങ്കടമുണ്ട്. ആ ആത്മീയ രോഷം കൊണ്ടാണ് ഞാനിങ്ങനെ പറയും, നല്ല വേറൊന്നുമില്ല. പ്രസംഗം എന്താണെന്ന് വേദപുസ്തകത്തിലൂടെ ആദ്യം മനസ്സിലാക്കണം. പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന പ്രസംഗം എന്താണെന്ന് ഇവരാരും മനസ്സിലാക്കിയിട്ടില്ല. വായി വരുന്നതൊക്കെ വിളിച്ചു പറയാം, മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം. ഇതൊക്കെ പ്രസംഗമാണെന്ന് പറഞ്ഞാൽ സുബോധമില്ലാത്തവരത് അംഗീകരിച്ചു കൊടുക്കും. അല്ലാതെ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരൊന്നും ഇതൊന്നും അംഗീകരിക്കില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീയ ഗോളം അതുപോലെ ചീഞ്ഞ് നാറിക്കിടക്കുക. ഇവിടെ ഇതാ പത്രോസ് പറയുന്നതിൻ്റെ ആ ഉദ്ദേശം, ഗോളെന്താ, ലക്ഷ്യം എന്താ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം, അതിലേക്കുള്ള പ്രവേശനം പ്രാപിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് പത്രോസ് ആത്മാവിൽ എഴുതുന്നത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സൗരപ്പോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരിക്കണം. ഇവയുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അപ്പം ഇല്ലെങ്കിലോ, 7 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാകണം. അത് വർദ്ധിക്കുന്നില്ലെങ്കിലോ പരിജ്ഞാനമില്ല, വിവേകമില്ലാത്ത ആൾക്കാരായി നമ്മൾ പോകും. അതവിടുത്തെ വിഷയം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പം ഈ 7 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായി അത് വർദ്ധിച്ചില്ലെങ്കിൽ ആരായി മാറും? ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും, ഫലമില്ലാത്തവരും. ഫലമില്ലാത്തതിന് എന്താ ചെയ്യുക? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം
കർത്താവായ യേശുക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയോന്നൊക്കെ പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടു മുന്തിരിവള്ളി. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിലുണ്ടത്. വേണമെങ്കിൽ ഓടിച്ച് വായിച്ച് പൊക്കോളാം. ഇതൊക്കെ കേട്ട് പഠിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയായി പറയുന്നതല്ല, വേറെ ഒന്നുമില്ല. വചനം പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനീ പ്രസംഗിക്കുന്നത്, ഇല്ല എല്ലാവർക്കും വേണ്ടിയല്ല. സ്തോത്രം. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് യെശയ്യാവ് പറയുന്നത് ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. ഫലം കായ്ക്കാത്ത യഹൂദനെ എന്ത് ചെയ്തെന്നുള്ളത്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിലെ കല്ല് പറക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാറേ, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിരിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടല്ലാതെ ഇനി എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരി കായ്ക്കുമെന്ന് കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ അറിയിക്കാം. നമ്മളൊന്ന് അറിയണം ഇത്. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. യഹൂദന് കൊടുത്ത സംരക്ഷണം ദൈവം പൊളിച്ചു കളഞ്ഞു. AD 70 തീത്തോസിൻ്റെ സൈന്യം ഇരച്ചു കയറി യെരൂശലേം ദേവാലയം തകർത്ത് തരിപ്പണമാക്കി. ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ച ദേവാലയത്തെ ജാതീയ രാജാവും പടകളും കൂടി ചേർന്ന്, അവർ സൈന്യം ചേർന്ന് തകർത്ത് തരിപ്പണമാക്കി. വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെരിച്ചു പോകും. ഞാനതിനെ ശൂന്യമാക്കും. അത് വള്ളിത്തല മുറിക്കാതെയും കിളക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അതിൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. മനസ്സിലായല്ലോ? മനസ്സിൽ ആയല്ലോ? ഫലം കായ്ക്കാത്ത ജാതിയെയും യഹൂദനെയും വെട്ടിക്കളയും. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ, റോമർ 11 പൗലോസ് പറയുക, അവിടുന്ന് പോകാൻ സമയമില്ല എനിക്ക്. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. സ്വാഭാവിക കൊമ്പ് യഹൂദൻ ആദരിക്കാതെ വെട്ടിക്കളഞ്ഞെങ്കിൽ, സഹോദര സഹോദരി, പാസ്റ്ററെ, പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, സ്ഥാനമാനങ്ങളിൽ നിന്ന് കള്ളക്കച്ചവടം ചെയ്യുന്നവരെ, എനിക്ക് പറയാനൊരു കാര്യമുണ്ട്, ദൂതുണ്ട്. നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തോടെ അല്ലെങ്കിൽ നിന്നെ വെട്ടി ദൂരെ കളയും. എനിക്കത് മാത്രമേ ഉള്ളൂ പേടി. എനിക്ക് കർത്താവിനെ ഉള്ളൂ പേടി. കർത്താവിൻ്റെ വചനത്തെ പേടിക്കും, മറ്റാരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്ത് പേടിക്കാനെന്നേ? മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊടിയാനല്ലേ പറഞ്ഞേക്കുന്നേ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ ഞാൻ പറയട്ടെ, ഫലമുള്ളവരായിരിക്കണം. സ്തോത്രം. യഹൂദന്റെ തകർച്ചയ്ക്ക് കാരണമെന്താ? അവൻ സ്വന്തമായിലേക്ക് വന്നു, സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. കർത്താവിനെ കൈക്കൊണ്ട് ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിച്ച് ലോകത്തിന് വെളിച്ചമായിരിക്കേണ്ട യഹൂദൻ കർത്താവിനെ തള്ളിക്കളഞ്ഞു, ചിതറിക്കപ്പെട്ടു, മതിലിടിച്ചു കളഞ്ഞു, സംരക്ഷണം എടുത്തു മാറ്റി. തീത്തോസ് ചക്രവർത്തി ഇടിച്ചു നിരത്തി, ആനയെ കൊണ്ടുവന്ന് മതിലുകൾ ഇടിച്ച് പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സ്വർണം മുഴുവൻ കുത്തിയെടുത്തെന്നാ പറയുന്ന ചരിത്രം. യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ച ദേവാലയം തകർക്കപ്പെട്ടു. പുതിയ നിമിത്തിൽ ദേവാലയം ആരാ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? രക്ഷിക്കപ്പെട്ടവനെ, സ്ഥാനപ്പെട്ടവനെ, പരിശുദ്ധാംശം പ്രാപിച്ച വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവത്തിലെ ഞാനും നിങ്ങളും ആ മന്ദിരം. ഈ ദൈവാത്മാവ് മന്ദിരത്തിൽ വസിക്കാതെ സാത്താൻ പതിച്ച പൊളിച്ചു കളയും തമ്പുരാൻ. സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കത്തില്ല, ഫലമില്ലാത്തവരായിരിക്കത്തില്ലെന്ന്. ഫലം ഉണ്ടാകുമെന്ന് അത് പറഞ്ഞപ്പോഴാണ് ശാവിലേക്ക് നമ്മൾ പോയത്. അവയില്ലാത്തവനോ കുരുടനത്രേ. കുരുടൻ കുരുടൻ കുരുടൻ. മത്തായി 23 ന്യായപ്രമാണം പഠിപ്പിച്ച് ഇസ്രായേൽ മക്കളെ പ്രബുദ്ധരാക്കി നിർത്തേണ്ട ശാസ്ത്രിമാരും പരീശന്മാരെയും കർത്താവ് വിളിക്കുന്ന അല്ലയോ കുരുടന്മാരായ വഴികാട്ടികളെ. ഇന്ന് ആത്മീയ ഗോളത്തിലെ വഴികാട്ടികളിൽ നല്ലൊരു ശതമാനം കുരുടന്മാരാണ്.
കുരുടനും കുരുടനെ വഴികാട്ടിയാൽ എന്താ സംഭവിക്കുക? നരകത്തിൽ പോയി വീടും രണ്ടും കൂടി. അതല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. കുരുടന്മാരെ വഴികാട്ടുക. ഞങ്ങൾ വചനം തുറന്നു പറയുമ്പോൾ ഞങ്ങൾക്കെതിരെ നീങ്ങുക. അവർ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളെക്കൊന്ന് കൊന്നേക്കുന്ന കുഴപ്പമൊന്നുമില്ല. സ്വത്രം. നിങ്ങൾക്ക് ഇടർച്ചയാണ് ഞങ്ങളെങ്കിൽ എങ്ങനെയെങ്കിലും നശിപ്പിക്കേ. അങ്ങനെയല്ലേ നടന്നേക്കുന്നത്. യഹൂദ മതം ദൈവസഭയെ പീഡിപ്പിച്ചു കൊന്ന് അങ്ങനെയല്ലേ? ഇന്നും അത് തന്നെ സംഭവിക്കും. സത്യം പറയുന്നവനെ കൊല്ലുന്ന മതമായത്. പെന്തക്കോസ് ഒരു മതമായി അധപ്പതിച്ചു. പെന്തക്കോസ് ഒരു മാർഗമായിരുന്നു, അതൊരു മതമായി പോയി. ഫലമില്ലാത്തൊരു ഒരു കൂട്ടം മനുഷ്യ സമൂഹങ്ങളായി മാറി. ഫലമില്ലെങ്കിൽ ദൈവം തകർത്ത് കളയും. അതാ ഞാൻ പറയാനുള്ള എൻ്റെ പേടിയതാ. സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരട്ടെ. നിഷ്ഫലന്മാരുമായിരിക്കില്ല, അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ്. ഇവിടുത്തെ കാറ് BMW, പിന്നെ 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ കാറ്, 11 കോടിയുടെ വീട്, പിന്നെ പറഞ്ഞോട്ട് റബ്ബർ തോട്ടം, പിന്നെ 100 തലമുറയ്ക്ക് തിന്നാനുള്ള കാശ്, സുവിശേഷം വ്യാജമായി പ്രസംഗിച്ച് വാരിക്കോരി ഇട്ടിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. അല്ല വേറെന്താ? ഞാൻ വേദനയോടാ പറയുന്നത്, കണ്ണുനീരോടാ പറയുന്നത്, സങ്കടത്തോടാ പറയുന്നത്. എന്താ പാസ്റ്റർ പറയാനുള്ള കാരണം? കർത്താവിൻ്റെ കൂടെ നടന്നവർക്കൊന്നും ഇല്ലായിരുന്നെന്ന്. തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല. സാത്താനിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു. യഹൂദന്മാർ ഓടിച്ചിട്ട് അടിച്ചു. അവസാനം തല പോയി. 14 ലേഖനങ്ങൾ എഴുതി തന്ന തീപ്പൊരി പ്രാസംഗികൻ പൗലൂസിന്റെ തല പോയി. പത്രോസിനെ കീഴ്മേൽ ക്രൂശിച്ചു. യാക്കോബിനെ തലമണ്ട അടിച്ച് പൊട്ടിച്ചു കൊന്നു. ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളായി. ഇന്ന് നമ്മൾ എന്താകാൻ പോവുക? ഇന്ന് ഈ പറയുന്ന പോലെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും രക്തസാക്ഷികളാവോ? ഇല്ല. എന്നെ പോലുള്ളവനൊക്കെ ആ സാധ്യതയുണ്ട്. ആകട്ടെ, അതാ നല്ലത്. ഈ ദുഷ്ടലോകത്ത് ജീവിക്കുന്നതിനേക്കാളും രക്തസാക്ഷിയായി പോകുന്നത് വളരെ നല്ലതാണ്. കാരണം പ്രതിഫലം കിട്ടും സ്വർഗത്തിൽ. ഞാൻ ഇത്ര വീറോടെ പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ രീതികളല്ല ഇന്നത്തെ ശിഷ്യന്മാർക്ക്. യാതൊരു ഗുണവും മണവും നിറവും അവർക്കില്ല. അവരെല്ലാം പണത്തിന് വേണ്ടിയും പ്രശംസയ്ക്ക് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും മറ്റതിനും വേണ്ടിയൊക്കെ ഓടി നടക്കുകയാണ്. ഒരു ശവോടൊക്കെ നടന്നാൽ അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു കൂട്ടുപാസ്റ്റർ മരിച്ചുപോയി. എൻ്റെ കേസിലൊക്കെ ഞാൻ കേട്ടു. സ്തോത്രം. ആ ശവം മണ്ണിൽ വെക്കുന്ന സമയത്ത് മാത്രം ഒരു പാസ്റ്റർ, അവരുടെ സീനിയർ പാസ്റ്റർ കണ്ടു, അസിസ്റ്റൻ്റ് ഓവർസിയറെ കണ്ടു, അത്യാവശ്യം കുറേ വചനങ്ങളൊക്കെ പറഞ്ഞായിട്ട് കേട്ടു. ബാക്കിയൊക്കെ ചുമ്മാ ഇങ്ങനെ നേരം കളയുന്ന പോലെ തോന്നി. നമ്മൾ ചുമ്മാ ഒന്നും ഉയർത്തെഴുന്നേറ്റ് വരത്തില്ലെന്നേ. നമ്മൾ ചുമ്മാ ഒന്നും അങ്ങോട്ട് വെറുതെ ഒന്നും ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ, രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ആത്മീകമായ അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ കർക്കശമായി പറഞ്ഞു പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൽ സമ്പന്നനായിരിക്കണം, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടായിരിക്കണം, സന്തോഷ സമൃദ്ധി ഉണ്ടായിരിക്കണം, നീതിയുടെയും കൃപാദാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കണം, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നനായിരിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരിക്കണം, ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടായിരിക്കണം. ഇതൊക്കെ വിശ്വാസികൾക്ക് ശുശ്രൂഷന്മാർക്ക് ഉണ്ടാകണം. കോടതിയും കേസും വഴക്കും വക്കാണായിട്ട് നടക്കുന്നവർക്ക് എങ്ങനെ ഇതുണ്ടാകുന്നത്? ഞാൻ എല്ലാവരും അടച്ചു പറയാമെന്ന് ചിന്തിക്കരുത്. എല്ലാ പ്രസ്ഥാനങ്ങളിലും ഈ ആത്മീയ അനുഭവങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അവൾ പരിമിതമാണ്. അവരെ അടിച്ചൊതുക്കിയിട്ടിരിക്കുക, അവരുടെ ഉച്ചി നോക്കി അടിക്കും. എനിക്കറിയാം, ഞങ്ങൾ ചേർത്തലയിൽ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അംഗമായിരുന്ന ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വചനം പ്രസംഗിക്കും. പുതിയ നിയമം കൊലോസ് ലേഖനത്തിലെ പാസ് ഉച്ചി നോക്കി അടിച്ചിരുത്തുമെന്നാണ് പറഞ്ഞത്. പുള്ളിയാനും ഞങ്ങളടുത്ത് പറഞ്ഞത്. അവസാനം ഞങ്ങളവിടെ ചെന്നൊരു പ്രവർത്തനം തുടങ്ങിയ പുള്ളി എങ്ങനെയോ അവിടെ വന്ന് ചാടി. ഈ ഉപദേശമൊക്കെ കേട്ടു. കൊലോസ് ലേഖനത്തിലെ പഠനമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ തുള്ളിച്ചാടുക. പുള്ളി 10, 70, 80, 85, 90 വയസ്സ് വരും തുള്ളിച്ചാടുക. അവസാനം സന്തോഷിച്ച് ആത്മാവിൽ സന്തോഷിച്ച് പുള്ളി മരിച്ച് നിത്യതയിൽ പോയി. ചേർത്തലക്കാരോട് ഞാൻ പറയും, അവിടെ ഒരൊറ്റ ആളെ ഉണ്ടായുള്ളൂ കർത്താവിൻ്റെ രാജ്യത്തേക്ക് പോകാൻ. അവിടുത്തെ തീർന്നോടെ അവിടുത്തെ വേലയും പോയി. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ഇഷ്ടപ്പെടണ്ടെന്നേ. പുട്ടടിക്കാനും അതിനും ഇതിനും ഭൗതിക കാര്യത്തിന് വേണ്ടി കൂടി വന്നുകൊണ്ടൊന്നും കഥയില്ല.
നിങ്ങൾ കൂടി വരുമ്പോൾ എന്താണ്? ആത്മീയ വർധന ഉണ്ടാകണം, ആത്മീയ വളർച്ച ഉണ്ടാകണം, ആത്മീയ വർധന ഉണ്ടാകണം, ആത്മീയ നിറവുണ്ടാകണം. എന്നാലേ ദൈവരാജ്യത്ത് പോകുള്ളൂ. ആത്മീകനാകണം. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എന്താ വിചാരിച്ച നമ്മൾ? എങ്ങനെയും ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ബൈയൂല ദേശത്ത് പോയി പ്രൊമോട്ടഡ് ഹെവൻ, നിത്യതയിലായി വിശ്രമിക്കുന്നു, കർത്താവിനോട് ചേർന്നു എന്നൊക്കെ പറയാം. ഭംഗിവാക്ക, കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദന അനുവർത്തിക്കേണ്ടതായ വചനത്തിൻ്റെ വ്യവസ്ഥകൾ, പ്രമാണങ്ങൾ, വ്യവസ്ഥകൾ, ഉപദേശങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ട്. അതാരും പഠിപ്പിക്കുന്നില്ല സഭയെ. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കാറുന്നത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിലവിളിക്കുന്നത്. എനിക്ക് ആത്മീയ രോഷമല്ല, സങ്കടമാണ്. സങ്കടം. നരകത്തിലേക്കുള്ള കുത്തൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊരു പാസ് പറഞ്ഞിട്ടുണ്ട്, വിദേശത്തുള്ളൊരു പാസ്, നരകത്തിലേക്ക് ജനം ഒഴുകി പോകാമെന്ന്. അത് തടയാനായിട്ട് ആർക്കും ഇവിടെ അതൊന്നും മനസ്സില്ല. അതിൻ്റെ ഇടയിൽ 10 ചക്രം ഉണ്ടാക്കാൻ നടക്കുകയല്ല അവർ. ഈ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു വാക്യം തന്നു, ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. എൻ്റെ ഈ വചനം കേൾക്കുന്ന, ഞാൻ ഈ പറയുന്ന വചനങ്ങൾ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പാസ്റ്ററെ, പാസ്റ്ററമ്മേ, സഹോദരി, സഹോദര, കുഞ്ഞെ, നിങ്ങൾ നിത്യതയിൽ കാണണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. വേറൊന്നുമില്ല. എനിക്കിവിടെ സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, ഒന്നും വേണ്ട. ഈ വചനം കേട്ട് നിത്യത പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് പ്രസംഗം. ഞാൻ മുമ്പോട്ട് പോട്ടെ, സമയം വളരെ മുമ്പോട്ട് പോയി. ഹല്ലേലൂയ. അപ്പോൾ അവയില്ലാത്തവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനത്രേ. അവൻ കുരുടനാണ്, തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. അപ്പോൾ പാപമോചനം പ്രാപിച്ച അവസ്ഥ മറന്നാണ് കുരുടനായി പോകുന്നത്. മനസ്സിലായോ? ക്രിസ്തുദൃഷ്ടിയുള്ളവനായി പോകുന്നത്. എന്താ കാര്യം? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രയോട് സ്നേഹം ഉണ്ടാകുകയും അത് വർദ്ധിപ്പിക്കുകയും അത് വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. ക്രിസ്തു ജീവിതത്തിൽ സ്വത്രം പരാജയപ്പെട്ടു പോകുന്നു. ക്രിസ്തു ജീവിതം തകർന്ന് തരിപ്പണമായി പോവുക. വിജയകരമായ ക്രിസ്തു ജീവിതം നയിക്കാൻ വിശ്വാസികൾക്ക് കഴിയുന്നില്ല, ശിഷ്യന്മാർ കഴിയുന്നില്ല. എന്താ കാര്യം? വചനധ്യാനമില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല, വേർപാടില്ല. അങ്ങ് പൊക്കോളും. എവിടെ പോണാര്? സ്വർഗത്ത് പോണാര്? അമേരിക്കയിൽ പോകാം, ലണ്ടനിൽ പോകാം, കാനഡയിൽ പോകാം, ലോകത്തുള്ള ഗൾഫ് രാജ്യങ്ങൾ, ലോകത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലായിടത്തും പോകാം. സ്വർഗത്ത് പോകണമെന്നുള്ള കാര്യം വെറുതെ ഒന്നും നടക്കില്ല. അതിനിമ്മിണി പണിയുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗം, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നേ. അതുകൊണ്ട് അതിന് പിശാചിന് ഇതിനോടെതിരെ. ഈ ക്ലാസ് നടക്കുന്നിടത്തൊക്കെ പോയി സഹോദരന്മാരും പാസ്റ്റർമാരും തന്നെ അടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഞാനത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. അവരൊക്കെ ദൈവം ഭാഗം നിൽക്കേണ്ടി വരുമല്ലോ കർത്താവേ. ആരെങ്കിലും ഒരുത്തൻ വചനം പ്രസംഗിച്ച് ഒരുത്തൻ ആത്മീയനാകാൻ ശ്രമിക്കുന്നെങ്കിൽ അവനെ തടയിടാൻ ശ്രമിക്കുന്ന പാസ്റ്റർമാർ, വിശ്വാസികൾ ഇങ്ങനെയുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്നു അത്. പ്രവൃത്തി പുസ്തകം 20 പഠിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും ചിലർ, നിങ്ങളുടെ ഇടയിലേക്ക് കടക്കും. ചിലർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും, ചിലർ നിങ്ങളുടെ ഇടയിലേക്ക് കടക്കും. ഉണ്ടോ? ആരാ? വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും, നിങ്ങളുടെ ഇടയിലേക്ക് വരും. അന്നുണ്ടെങ്കിൽ ഇന്ന് അതേ ഉള്ളൂ എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കും. എങ്ങനെയാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി. ഇത് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. ഇല്ലെങ്കിലോ ഉറപ്പാക്കലില്ല. ഈ 7 അനുഭവങ്ങൾ നമുക്കുണ്ടാകുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ ആത്മാവിൽ നമ്മോട് പറയുക. അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് വിളിച്ച വിളിയും കർത്താവ് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കുന്നത്. കർത്താവല്ല ഉറപ്പാക്കുന്നത്, നമ്മളെ ഉറപ്പാക്കേണ്ടത്. കർത്താവ് നമ്മളെ വിളിച്ചു, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. എന്നാൽ ഈ 7 ആത്മീയ അനുഭവങ്ങളെ പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര ഉറപ്പാക്കാൻ, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര ഉറപ്പാക്കാൻ വിശ്വാസിയെ, പെന്തക്കോസുകാരെ, ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്.
നിങ്ങളിത് ആരും പ്രസംഗിച്ച് കേട്ടില്ലെങ്കിൽ ഇന്ന് കേട്ടോ. ഇതൊന്നും പ്രസംഗിക്കാൻ ആളില്ലല്ലോ ഇവിടെ. ഞങ്ങളെപ്പോലുള്ള ചുരുക്കം ചില സഹോദരന്മാരേ ഉള്ളൂ. ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്തോത്രം. അഞ്ചലിലും അതുപോലെ മൂവാറ്റുപുഴയിലും അവിടെ ഇവിടെയൊക്കെയുള്ള ചില സഹോദരന്മാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങളുടെ ഫെലോഷിപ്പ് ഉണ്ട്. ഇപ്പോൾ മാസത്തിലൊന്ന് കൂടണമെന്ന് വിചാരിച്ചിരിക്കുക. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കൂടുന്നത്. എന്താ അവിടെ കൂടിയിട്ട് എന്ത് ചെയ്യുക? പുട്ടടിക്കാനല്ല കൂടുന്നേ. ഈ നിർമ്മലമായ ദൈവവചനം അങ്ങോട്ട് പ്രസംഗിച്ച് അതനുസരിച്ച് ജീവിച്ച് സമർപ്പിച്ച് മുമ്പോട്ട് പോകണം. അത്രേ ഉള്ളൂ. വചനത്താലുള്ള ശുദ്ധീകരണം കിട്ടണം. ദിവസവും വചനം കേട്ട് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഈ ദുഷ്ടപിശാച് ഭരിക്കുന്ന ലോകത്ത് അശുദ്ധിയും അസന്മാർഗതയും വിളയാടുമ്പോൾ, നടമാടുമ്പോൾ, ദുരുപദേശത്തിൻ്റെ വിത്തുകൾ ശക്തിയോടെ വിതച്ചുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടന്മാരും നിറഞ്ഞു കിടക്കുന്ന ഈ ആത്മീയകുളത്ത് യഥാർത്ഥ വചനം, പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കുകയും അത് കേൾക്കുകയും ആ വചനത്തിലൂടെയുള്ള ശുദ്ധീകരണം പ്രാപിച്ച് 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 പാപത്തിൻ്റെ ശമ്പളം മരണത്തിന് ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്തു. നീതീകരണം പ്രാപിച്ചു, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടും. അതാണ് റോമാലേഖനം പഠിപ്പിക്കുന്ന പ്രധാന പഠനം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. സ്വത്രം സന്ദർഭം കിട്ടുമ്പോൾ, ആത്മാവ് നിയോഗം തരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ കിടപ്പുള്ള പ്രസംഗങ്ങൾ കുറേയൊക്കെ പണ്ട് പറയുന്നതിനേക്കാൾ കൂട്ടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കാര്യങ്ങൾ പഠിച്ച് വരികയല്ലേ. നമ്മളെ ചാകുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കും. ചാകാൻ നേരത്ത് ആ പഠനത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലൊന്നും എത്തത്തില്ല. ഇനിയും കാണും ബാക്കി പഠിക്കാൻ. അപ്പോൾ പറയും ചിലരൊക്കെ പഠിച്ച് PhD, അതൊക്കെ ചുമ്മാ പറയുക, വെറുതെ പറയുക. PhDയും ഡോക്ടറേറ്റും റവറൻ്റ് പട്ടമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുക, നമ്മളെ കളിപ്പിക്കാൻ പറയുക. അതൊക്കെ സാത്താൻ്റെ കളികളാണ്. അതുകൊണ്ട് അതിലൊന്നും വിശ്വസിക്കല്ലേ. അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കണമേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. അപ്പോസ്തലന്മാർ വചനം ഒരു പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരുന്നു. അതുപോലെ ഞങ്ങളും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയണേ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകുകയില്ല. അല്ലെങ്കിൽ ഇടറിപ്പോകും. നമ്മൾ ഇടറിപ്പോകുന്നത് മാത്രമല്ല, കർത്താവ് രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തേക്കുള്ള പ്രവേശനം പ്രാപിക്കാനും പറ്റില്ല. ഒരു നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടക്കാരൻ ഒരു കല്ലിൽ, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള ഒരു കല്ലിൽ തട്ടി കാലിടറി ഓട്ടം നടക്കുമോ? അതോടെ തീർന്നു. ചിലപ്പോൾ ഞരമ്പൊക്കെ കയറി കൊളുത്തി കഴിഞ്ഞാൽ തീർന്നതോടെ. അതുപോലെ ആത്മീയമായി ഇത് സംഭവിക്കും. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹം കൂട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇടറിപ്പോകും, യാത്ര മുടങ്ങും. ഹല്ലേലൂയ. കർത്താവ് രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രാപിക്കാൻ കഴിയാതെ പോകും. ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ വന്ന് നിർത്താനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെപ്പോഴും ആവർത്തിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടിരിക്കുന്നവരോടാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് തന്ന അറിവ്, എനിക്ക് തന്നതുപോലെ, എനിക്ക് അറിവ് തന്നതുപോലെ. അപ്പോൾ കർത്താവ് തന്ന അറിവാണ് നമുക്കുള്ളത്. കർത്താവ് തന്ന ആത്മശക്തിയാണ് നമുക്കുള്ളത്. കർത്താവ് തന്ന ജ്ഞാനമാണ് നമുക്കുള്ളത്. കർത്താവ് തന്നതാണ് നമുക്കുള്ളത്. ഈ ലോകത്ത് പ്രാപിക്കുന്നൊന്നും ഒരു ഗുണവുമില്ല. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നതാണ്. തിരുവത്താഴം മാത്രമല്ല, സ്വർഗീയ പ്രമാണങ്ങൾ മുഴുവൻ, ഉപദേശങ്ങൾ മുഴുവൻ ആ ദൈവമനുഷ്യൻ കർത്താവിൽ നിന്ന് അറേബ്യനും മരുഭൂമിയിൽ പ്രാപിച്ചാണ് സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത്. അത് കാരാഗ്രഹ ലേഖനങ്ങൾ, കാരാഗ്രഹത്തിൻ്റെ തീച്ചൂളയിൽ കിടന്ന് അത് പ്രാപിച്ചെടുത്തത്. എന്താ ലേഖനങ്ങൾ! ആ ലേഖനങ്ങളൊക്കെ എടുത്ത് കൂട്ടി മാറ്റി കളയുമ്പോൾ ദൈവമേ വലിയ സങ്കടമുണ്ട്. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലോ. കർത്താവ് ദരിദ്രനായത് നിന്നെ കോടീശ്വരനാക്കാനാണ് പ്രസംഗം. എങ്ങനെയുണ്ട്? നിന്നെ അംബാനിയാക്കാനാ, നിന്നെ കോടീശ്വരനാക്കാനാണ്. ധനം ധനം ധനം, സമ്പത്ത് സമ്പത്ത് സമ്പത്ത്. ഒരു ദുരുപദേശിലെ വാ തുറന്നാൽ അതേ മാത്രമേ വരുള്ളൂ. സാത്താൻ വിളഞ്ഞു കിടക്കുക ആത്മീയകുളത്തിൽ. സാത്താൻ്റെ എന്താ പറയുക, സാത്താൻ കിടന്ന് മേയാണ് ആത്മീയകുളത്തിൽ. അതിനെ മുഴുവൻ ഞങ്ങൾ കണ്ണിച്ച് ദൂരെ കളയുക. ദൈവം തരുന്ന സമ്പത്ത് സ്പിരിച്വലാണ്, അത് ആത്മീകമാണ്, അത് സ്വർഗീയമാണ്, ഭൗതികം അല്ല.
അല്ല, അല്ല. ഉണ്മാനുടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോളാം. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെടണ്ട. ദൈവരാജ്യം, ദൈവനീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തരും. നമുക്ക് കാർ ആവശ്യമുണ്ടെങ്കിൽ തരും, വീട് ആവശ്യമുണ്ടെങ്കിൽ തരും, എല്ലാം തരും കർത്താവ്. അത് പരിമിതമായിരിക്കും, ലിമിറ്റേഷൻ ആയിരിക്കും. 11 കോടി രൂപ വീടൊന്നും ആയിരിക്കത്തില്ല. ഇവിടെ സിനിമാ നടൻ 6 കോടി രൂപ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി കാശ് ഉപദേശിച്ച് വീട് വെക്കുക. എങ്ങനെ പറയാതിരിക്കും? അടുത്ത് അവിടെ മേലത്ത് കയറി ഇരിക്കുക. ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, നീ ഖജാൻജി. പണ്ട് ഞങ്ങൾ കുട്ടിയും കോലും കളിക്കാൻ നേരത്തെ ഞങ്ങൾ പറയാറുണ്ട്, നീ പോലീസ്, ഞാൻ SI, നീ കോൺസ്റ്റബിൾ, നീ കാവക്കാരൻ, പാറാവുകാരൻ, കേട്ടോ. എട്ടുകളും തമ്മിലടിക്കും അവസാനം എല്ലാം കൂടി. അതല്ലേ ആത്മീയകോളത്തിൽ നടക്കുന്നത്? എന്നിട്ട് അടി മൂത്ത് കഴിയുമ്പോൾ കോടതി പോവുക. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായയുടെ പുസ്തകത്തിൽ ഇല്ലേ? ദൂതന്മാരെ വിധിക്കാൻ ദൈവം നമ്മെ, ലോകത്തെ വിധിക്കാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവർ കോടതിയിൽ പോയി ഒരു അക്രൈസ്തവനായ ജഡ്ജിയുടെ വിധി കേട്ട് ആ വിധിപ്രകാരം ജീവിക്കാൻ ശ്രമിക്കും. നാണമില്ലേ അവർക്ക്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് പരിമിതപ്പെടുത്തട്ടെ പ്രിയ ദൈവമക്കളെ. സ്തോത്രം. ഇവിടെ പത്രോസ് പറയുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് തന്ന അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നശിച്ചു പോകാൻ പോകുന്ന, മണ്ണോട് മണ്ണ് ചേരാൻ പോകുന്ന കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് പത്രോസ് പറയുക, ഇതൊരു കൂടാരമാണേ, ഇതൊരു മണ്ണാങ്കട്ടയാണേ, ഇതിനെ മോടി പിടിപ്പിക്കണ്ടേ. ചിലർ പറയും മണ്ണാങ്കട്ടയായിട്ട് മോടി പിടിപ്പിക്കുക. വേണ്ട, ഈ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയുന്നത്. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ്. അതിനെ മോടി പിടിപ്പിക്കേണ്ട നീയല്ല, കർത്താവാണ്. എന്തുകൊണ്ടാണ് മോടി പിടിപ്പിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കും. കൃപകളാലും വരങ്ങളാലും ആത്മഫലത്താലും വരത്താലും ആ മോടി പിടിപ്പിക്കേണ്ടേ. ആ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങൾ വാരി തേച്ചും പിടിപ്പിച്ചൊന്നുമല്ല. അതൊക്കെയല്ലേ ലോകർ ചെയ്യുന്നേ. 70 വയസ്സിന് മേലുള്ള മമ്മൂട്ടിയും 70 വയസ്സിനോട് അടുപ്പിച്ച മോഹൻലാലും ഒക്കെ ആ മേക്കപ്പ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പേടിച്ച് വിറച്ചു പോകും ഇവരുടെ മുഖമൊക്കെ. ഇതാണോ ഇവരെന്ന്? ഈ പുട്ടിയെല്ലാം കൂടി തേച്ച് പിടിപ്പിച്ച് കരിയൊക്കെ കൂടി പിടിപ്പിച്ച് വരുമ്പോൾ ഇവരാരായി? സൂപ്പർ സ്റ്റാറുകളായി, സെലിബ്രിറ്റികളായി, കോടീശ്വരന്മാരായി. ഇവരുടെ അവസാനം എന്തായിരിക്കും? ഭൗതിക സമ്പത്തിൻ്റെ പിറകെ ഓടുന്നവരുടെ അവസ്ഥാനം എന്തായിരിക്കും? അതുപോലെ ആത്മീയ ഗോളത്തിൽ ഭൗതികത്തിന് വേണ്ടി ഓടുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? തീച്ചൂളയല്ലേ, അഗ്നിപ്പൊയ്കയല്ലേ? അതോർത്തിട്ട് ഞാൻ ഇത്ര കർക്കശമായിട്ട് പറയും. എനിക്ക് വേദനയുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ആധിയുണ്ട്. ദൈവമക്കളെന്ന് പറയുന്നവർ, ദൈവദാസന്മാരെന്ന് പറയുന്നവർ കാണിക്കുന്ന ഈ കുരുത്തക്കേട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളാരും ഭൗതികത്തിൻ്റെ പിറകെ ഓടരുത്. ദാസന്മാരോടും ശുശ്രൂഷന്മാരോടും ഞാൻ പറയുന്നത്, നമ്മൾ ആത്മാക്കളുടെ നരകത്തിൽ നിന്ന് എത്തിക്കാൻ, ആരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഓടുന്നെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ അപകട മേഖലയിലൂടെ പോവുകയാണ്, ഡെഡ് ലൈനിലൂടെ പോവുകയാണ്, നമ്മുടെ ആത്മരക്ഷാ പരുങ്ങലിലാണ്. പുതിയ നിയമം വിഭാവന ചെയ്യുന്നത് ആത്മീക സമ്പത്താണ്, ഭൗതിക സമ്പത്തല്ല. ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പറയുന്നു, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പിൻ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാരായിരുന്ന പാസ്റ്റർ K. എബ്രഹാം സാറ്, PM വിൽപ്പപ്പച്ചൻ, അതുപോലെ TG ഉമ്മച്ചൻ, അതുപോലെ പാസ്റ്റർ CC ജോർജ്, അതുപോലെ പാസ്റ്റർ സ്വത്രം ക്യാപ്റ്റൻ ഷമോല്, അതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട കരുത്തന്മാരായ ദാസന്മാർ. അവിടെ എക്കണോമി മുഴുവൻ ശൂന്യമായിരുന്നു, ഒന്നുമില്ലായിരുന്നു അവർക്ക്. ഈ പറയുന്ന പലർക്കും 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഇന്ന് എത്ര ഏക്കർ കണക്കിന് തോട്ടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 16,000 കോടി ഉണ്ടായിരുന്നു. സ്വത്രം ഒരു പാസ്റ്റർ അമേരിക്കയിൽ കിടന്ന് മരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് എലി വിറച്ച പോലെ വിറച്ച ഒരു മനുഷ്യനാണ് ഈ പറയുന്നതെന്ന് ഓർത്തോളം. അവസാനം മരിക്കാറായപ്പോൾ പ്രസംഗത്തിന് പകരം വെറും പോഷത്വമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സമ്പത്ത് അവരുടെ ആത്മീകം കവർന്നെടുത്തു. അവരുടെ സ്ഥാനമാനങ്ങൾ അവരുടെ ആത്മീകം കവർന്നെടുത്തു.
അതുപോലെ ഭൗതികത്തിൻ്റെ പിറകെ ഓടുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒന്ന് ചിന്തിച്ചോണം. നിന്റെ ആത്മീകം നിന്നെ കവർന്നെടുത്തിട്ട് നിന്നെ ചണ്ടിയാക്കി മാറ്റും. നമ്മൾ മിക്സിയിലിട്ട് തേങ്ങ ചിരകിയിട്ട് 1 വെള്ളം 2 വെള്ളം 3 വെള്ളം പിഴിഞ്ഞെടുക്കും. ആ 3 വെള്ളം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് എന്താ ചെയ്യണം? വാരി തിന്നുവോ? തെങ്ങിൻ്റെ മുകളിലിട്ട് കൊടുക്കുമെന്ന് വളമായി തീരാൻ. എന്തൊക്കെ സമൂഹം ആ അവസ്ഥയിൽ കിടക്കുക. ഒന്ന് മടങ്ങി വരണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചനുസരിച്ചൊന്ന് മടങ്ങി വരണം. കരുത്തുറ്റ ദൈവമക്കളായി ദൈവസഭയായി നമ്മൾ നിൽക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു കൈവിടപ്പെട്ടു പോകും. കർത്താവിൻ്റെ ഒരു കൈവിടപ്പെട്ടു പോയാൽ ഒരു ദൂത് നിങ്ങളോട് പറയാൻ എനിക്കുണ്ട്. വേറൊരു ക്രിസ്തു വരും നിങ്ങളെ ചേർക്കാൻ. അതിമ്മണി പ്രയാസമായിരിക്കും. ആ ജീവിതം വേദനാജനകമായിരിക്കും. അത് ഞാൻ പറഞ്ഞേക്കാം. ഹല്ലേലൂയ.